അവിട്ട നക്ഷത്രം. അവിട്ട നക്ഷത്രം മകരക്കൂറിലെ പകുതിയും ബാക്കി പകുതി ഭാഗം കുംഭത്തിലുമാണ് നിൽക്കുന്നത്. അപ്പം മകരക്കൂറുകാരെ സംബന്ധിച്ച് അരഭാഗം നിൽക്കുന്ന മകരക്കൂറിൽ നിൽക്കുന്ന അവിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് അവർക്കൊരു നല്ല സമയമാണ്. 7.5 ശനിയൊക്കെ കഴിഞ്ഞു. അവർക്ക് 3ലേക്ക് ശനീശ്വരം വന്നു. ഇവിടെ 3ലേക്ക് ശനീശ്വരം വന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ 7.5 ശനിയുടെ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. നമുക്ക് ഇത്തിരി കൂടി നല്ലൊരു സമയത്തിലേക്ക് കടന്നു. അപ്പോൾ ഇവിടെ കർമ്മത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. അതാണ് ഇവിടെ 3ലെ ശനി പറയുന്നത്. ശനീശ്വരൻ എപ്പോഴും കൃത്യമായിട്ട് ജോലി ചെയ്യണം, ന്യായത്തിലൂടെ ജീവിക്കണം. അപ്പോൾ നമുക്ക് ശനി തരുന്ന ഫലങ്ങളൊന്നും എടുത്തിട്ട് പോവില്ല എന്ന് പറയും. അപ്പോൾ ശനിയുടെ ദശാകാലം 19 വർഷമാണ്. ഈ 19 വർഷത്തിൽ ശനി നല്ലതാണ് നമുക്ക് തരിക. അപ്പോൾ ആ നല്ലത് ഒന്നും എടുത്തിട്ട് പോവില്ല, തിരിച്ചെടുത്ത് പോകണവരല്ല. അതിനുവേണ്ടി രാഹുദശക്കാലാണെങ്കിൽ അത് 18 വർഷമുണ്ട്. ആ 18 വർഷത്തിൽ ഒരു 10 വർഷം നമ്മുടെ ഇങ്ങനെ രാജയോഗം ഉണ്ടാക്കും. അത് കഴിഞ്ഞ് നമ്മളെ അങ്ങോട്ട് എല്ലാതും എടുത്തിട്ട് പോകുന്നൊരു കാലാണ് രാഹു. പക്ഷെ ഇവിടെ നമ്മുടെ ശനി നല്ലതാണ്. നമുക്ക് 3ല് നിങ്ങളുടെ കർമ്മം എത്രയും നന്നാക്കി എടുക്കുന്നു അത്രയും നന്നാവും. സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് പുരോഗതി വരുമ്പോൾ നേർവഴിയിലൂടെ തന്നെ സഞ്ചരിച്ച് നമുക്ക് ഉണ്ടാക്കണം. അല്ലെങ്കിൽ ശനി നമുക്ക് അലസതയും ദോഷങ്ങളും ഉണ്ടാക്കും. എന്താ വെച്ചാൽ ഇവിടെ വ്യാഴം 6ലാണ് പോയി നിൽക്കുന്നത്, അഷ്ടമത്തിലാണ് കേതു നിൽക്കുന്നത്. നേർവഴിയിലൂടെ അല്ലാത്ത ഒരു ധനവും ശനീശ്വരൻ പിടിച്ചു നിർത്തില്ല. അത് നമുക്ക് ഇവിടെ രോഗങ്ങളാക്കിയിട്ട് തിരിച്ചു പോകും. അതാണ് ഇവിടെ അവിട്ട നക്ഷത്രക്കാരൻ്റെ അരഭാഗത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഈ മകരക്കൂറുകാർക്ക് ഏറ്റവും നല്ലതാണ്. അപ്പോൾ ആ ഭാഗത്ത് നിൽക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ നമുക്ക് ഉന്നത ഉദ്യോഗസ്ഥന്മാരൊക്കെ ആണെങ്കിലും അവരെവിടെ പോയാലും അവർക്കിത് നല്ലൊരു സമയത്തിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. പക്ഷെ രോഗങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്, അത് വളരെയധികം ശ്രദ്ധിക്കണം. ഇനി കുംഭക്കൂറുകാർ, അത് അവിട്ട നക്ഷത്രത്തിൻ്റെ പകുതി ഭാഗം. കുംഭത്തിലുള്ളവർക്കാണെങ്കിൽ 2ലാണ്. അപ്പോൾ അവർ 7.5 ശനി തീർന്നിട്ടില്ല. അവർക്ക് 2ാം ഭാവത്തിൽ ഇനി ഒരു 2 വർഷം കൂടി നമുക്ക് അതിലുണ്ട്. അപ്പോൾ ആ ഒരു 2 വർഷക്കാലം കൂടി ഇവർ വളരെയധികം ശ്രദ്ധിക്കണം. അപ്പോൾ 5 വർഷം കഴിഞ്ഞു, 2.5 വർഷം കൂടി ഉണ്ട്. അതിലൊരു 6 മാസം കഴിഞ്ഞു, ഇപ്പോൾ 2 വർഷം കൂടി നമുക്ക് ഇതിലുണ്ടായിരിക്കും. ഇവരെ സംബന്ധിച്ച് 5ൽ വ്യാഴമുണ്ട്. കുംഭക്കൂറുകാർക്ക് വ്യാഴം അനുഗ്രഹത്തിലാണ്, പക്ഷെ ശനീശ്വരൻ 2ലാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് തിരിമറികൾ ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. വാക്കുകളെ ശ്രദ്ധിക്കുക. ശനി ജലരാശി ആയതുകൊണ്ട് വാക്ക് ഇപ്പോൾ തൊണ്ടയിലോ വേദനയോ രോഗങ്ങളോ ജലസംബന്ധമായിട്ടുള്ള പല കാര്യങ്ങളോ അതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതേപോലെ കാലാണ്, ഈ മീനൻ രാശി എന്ന് പറഞ്ഞ കാലാണ്. നമുക്ക് കാല്, ഉപ്പുറ്റുവേദന, മുട്ടുവേദന അങ്ങനെയുള്ള രോഗങ്ങളും ഉണ്ടാവാനായിട്ട് സാധ്യതയാണ്. അപ്പോൾ കുട്ടികളാണെങ്കിൽ വണ്ടിയുമൊക്കെ പോകുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. കാലുമ്മലാണ് കൂടുതൽ അടികൾ വരാനോ പൊട്ടൽ ഒക്കെ വരാനൊക്കെ സാധ്യതയുള്ളത്. പിന്നെ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 7ാം ഭാവത്തിൽ നിവർത്തി സ്ഥാനത്താണ് നമ്മുടെ കേതു വന്ന് നിൽക്കുന്നത് കുംഭക്കൂറുകാർക്ക്. അപ്പോൾ നിവർത്തി സ്ഥാനത്ത് കേതു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റുന്നില്ല. അവിടെ 2ല് സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ വരിക, 7ലെ കേതുവിൻ്റെ ഇതായിട്ടുള്ള രോഗങ്ങൾ വരിക. കേതു നിൽക്കുന്ന ഭാവമാണെങ്കിൽ സൂര്യക്ഷേത്രത്തിലായതുകൊണ്ട് ലോണോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വേറെ തിരിമറികളോ അല്ലെങ്കിൽ മറ്റുള്ള ബന്ധുക്കാർ, ഇതിലിപ്പോൾ 7ാം ഭാവം എന്ന് പറയുമ്പോൾ ബന്ധുക്കാരെ വരെ നമുക്ക് പറയാം. അപ്പോൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരായിട്ട് വഴക്കിന് അങ്ങനെയൊക്കെ സാധ്യതകൾ കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെയൊന്നും വരാതെ ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ പോലും നമുക്കൊരു ദോഷങ്ങളെ ഉണ്ടാക്കുന്നൊരു സമയമാണ്. അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ വ്യാഴനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇവിടെ കേതു ആയതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോവാം. മുരുകന് പഞ്ചാമൃതം കൊണ്ട് അഭിഷേകം കൊടുക്കുക. കേതു പിന്നെ കേതുവിനെ എപ്പോഴും നമ്മൾ പറയുന്നത് ചുവയെ പറയും, അതായത് ദേവിയെ പറയുന്നുണ്ട്. അപ്പോൾ ദേവിക്ക് ചെത്തിപ്പൂവിൻ്റെ നാര് കളഞ്ഞ് ജയദുർഗാ മന്ത്രം കൊണ്ട് കർമ്മം ചെയ്യുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കർമ്മത്തിൽ ദോഷങ്ങൾ വരുന്നുണ്ട്. ഇവിടെ കർമാധിപനായിരിക്കുന്ന ചുവയാണ്. അപ്പോൾ കർമ്മത്തിലേക്ക് ദോഷം വരാതിരിക്കാനായിട്ട് ജയദുർഗ ജയിച്ചു വരാനുള്ള മന്ത്രമാണത്. അത് ആശാന്തിക്കാരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരത് അതുപോലെ കൃത്യമായിട്ട് ചെയ്തോളൂ. അങ്ങനെ അത് ചെയ്യുക. പിന്നെ ചെയ്യേണ്ട ഒരു ഭാവം നമ്മുടെ വാക്കുകളെ ശ്രദ്ധിക്കുക. നമ്മുടെ വീട്ടിൽ, നമ്മുടെ സ്വന്തം വീട്ടിൽ, അതായത് നമ്മൾ തറവാടല്ലാതെ നമ്മൾ വാങ്ങിയ വീട്ടിലായാലും കലഹങ്ങൾ ഉണ്ടാവും, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാവും. കുട്ടികളെ സംബന്ധിച്ചായാലും ചിലപ്പോൾ അവർ കൊടുത്ത കാര്യങ്ങൾ പെട്ടെന്നാവാതെ അവരോട് കൂടുതൽ പ്രതിസന്ധികൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കണം. അവരെയൊക്കെ നമ്മുടെ കൂടെ നിർത്തി നമ്മുടെ കാലക്കേട് സമയമാണെന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകണം. ഇതാണ് നമുക്ക് ഈ കുംഭക്കൂറിൽ പെടുന്ന വിട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ 2 കൂറിൽ പെടുന്ന നക്ഷത്രക്കാരായതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച്
ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ഏത് കൂറിലാണ് പെടുന്നതെന്ന് ശ്രദ്ധയോടുകൂടി കേട്ടിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കൊരു മാറ്റം വരും. അപ്പോൾ അങ്ങനെ ഏഴരശനി ഉള്ള ഒരു അവിട്ടം കൊണ്ട് ഏഴരശനിയൊക്കെ കഴിഞ്ഞ് ഏറ്റവും യോഗം കൊടുത്ത് നിൽക്കുന്ന ശനിയുടെ ദശയും കൂടി ഇതിൽ ഈ അവിട്ട നക്ഷത്രക്കാർക്കുണ്ട്. അങ്ങനെ ശ്രദ്ധയോടുകൂടി പോവുകയാണെങ്കിൽ ഈ ഒരു വർഷം ഏറ്റവും നന്നായിട്ട് പോകാനായിട്ട് അവിട്ട നക്ഷത്രക്കാർക്ക് സാധിക്കും.